Hi friends, once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MAG 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദളിത് റൈറ്റിംഗ്. Dalit literature is a powerful and distinct body of writing that emerged as a voice of protest and assertion from communities historically subjected to discrimination and untouchability within the Indian caste system. It is a literature that is deeply rooted in the lived experiences of pain, struggle, and the revolutionary ideals of leaders like Dr. B.R. Ambedkar. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡ് വിത്ത് മെനി ലാംഗ്വേജസ്, അതുപോലെ മെനി കൾച്ചേഴ്സ് ആൻഡ് മെനി റിലീജിയസ് കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, പക്ഷേ ഈ ഒരു ബ്ലെസ്ഡ് എന്ന വാക്കിന് ചില സമയത്ത് നമുക്ക് മാറ്റി പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിത് എന്ന ഒരു കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാസ്റ്റുകളെ ഇന്ത്യയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്നുണ്ട്. ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ് എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആ ഒരു ലോ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഈ പറയുന്ന ദളിതുകൾ വരുന്നത്. അപ്പോൾ അവർ സാധാരണ വളരെ മോശമായിട്ടാണ് നമ്മളുടെ ഇന്ത്യൻസ് അവരെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവരോട് ഉള്ള ഒരു പെരുമാറ്റ രീതി അവരെ മാറ്റി നിർത്തുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മൃഗതുല്യമായിട്ടാണ് ദളിതുകളെ കണ്ടിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആ സഫറിങ്സും ആ സ്ട്രഗിൾസും ഒക്കെ അവർ കടന്നു പോയ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് ഇതിനെയെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ലിറ്ററേച്ചറാണ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ ആരത് എഴുതുന്നത്? ദളിതുകൾ തന്നെയാണ് അവർക്ക് വേണ്ടി വോയിസ് റേസ് ചെയ്തുകൊണ്ട് എഴുതുന്നത് അവർ ലിറ്ററേച്ചർ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു ലീഡറായിട്ട് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം കൊടി പിടിച്ച് ലീഡറായിട്ട് നിന്ന ഒരു മഹത് വ്യക്തിയാണ് B.R. അംബേദ്കർ. Dalit literature has several key features that distinguish it from mainstream literature. One of the most dominant forms of Dalit writing is autobiography, which offers raw, authentic, and often shocking accounts of the physical and mental suffering, humiliation, and dehumanization faced by the entire community. Examples of such works including Om Prakash Valmiki's Jyothan and Bhama's Karukku. ഈ ദളിത് ലിറ്ററേച്ചറിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അവരനുഭവിച്ച വേദനകളെ കുറിച്ചിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിന് മോസ്റ്റ് എക്സാമ്പിളായിട്ടുള്ള 2 വർക്കുകളാണ്. ഒന്ന് ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതൻ, അതുപോലെ തന്നെ ഭാമയുടെ കരുക്കു എന്ന വർക്കുകൾ. ആസ് ഇറ്റ്സ് കോർ, Dalit literature is protest literature. It is an explicit critique of the caste system and the Brahmanical hegemony that sanctions social hierarchies and injustice. The writing is often full of anguish, anger, and a spirit of rebellion against the oppressive status quo, using words as a weapon to challenge the established social order. ഈ ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി റൈറ്റ് ചെയ്യുന്ന ഒന്നല്ല അത്. മറിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഒത്തിരി ദേഷ്യമുണ്ട് അവർക്ക്. പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ എഴുതുന്നത്. അത് എന്തിനുള്ള പ്രൊട്ടസ്റ്റാണ് അവർ നടത്തുന്നത്? അവർക്ക് ജസ്റ്റിസ് ലഭിക്കാൻ, ഇക്വാലിറ്റി ലഭിക്കാനായിട്ട് അവർ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. Dalit writers insist that genuine Dalit literature can only be produced by those who have lived the experience of being a Dalit. This emphasis on authentic lived experience over intellectual sophistry results in a stark, unadorned realism that contrasts sharply with the romanticized or sanitized portrayal of Indian society in much of mainstream upper caste literature. ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന ഒന്നല്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഫീലിങ്സോട് കൂടി കൃത്യമായിട്ട് ആ ദളിത് ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എഴുതാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. A central theme of Dalit literature is
the assertion of a distinct Dalit identity and the demand for human dignity and self-respect. The literature seeks to challenge the subhuman status imposed by the caste system and re-establish the Dalit as a full human being with an equal place in society. ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും തിരിച്ച് ലഭിക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടിയുള്ളൊരു പോരാട്ടമാണിത്. അതുപോലെ സമൂഹത്തിൽ മറ്റുള്ള എല്ലാവരും എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ദളിതിനെയും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരു ഹ്യൂമണായിട്ട് തന്നെ കാണണം എന്ന ഒരു ലക്ഷ്യം കൂടെ ഇതിന് പിന്നിലുണ്ട്. The works and philosophy of Dr. Ambedkar serves as the primary ideological foundation for much of modern Dalit literature. His message of be educated, be organized and be agitated and the importance of education as a tool for liberation are recurring motifs. അംബേദ്കറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്പയറിങ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ബി എഡ്യൂക്കേറ്റഡ്, ബി ഓർഗനൈസ്ഡ് ആൻഡ് ബി അജിറ്റേറ്റഡ്. അത് അദ്ദേഹം എഡ്യൂക്കേഷന് അത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതുന്ന ഒരു സെൻറ്റൻസാണ്. ക്രിട്ടിക് ഓഫ് ട്രഡീഷണൽ അസ്തെറ്റിക്സ്. Dalit literature rejects the traditional aesthetics and literary standards of mainstream Indian literature, arguing for a new aesthetic based on social commitment, truth, and the promotion of social change rather than art for art's sake. The style often incorporates colloquial language, slang, and oral traditions specific to Dalit communities. ശരിക്കും ഈ ദളിത് ലിറ്ററേച്ചർ അവർ ആ ഒരു ലിറ്ററേച്ചർ എഴുതുന്ന ആ ഒരു സ്ട്രീമിൽ കൂടെ അല്ല അവർ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഫോളോ ചെയ്യുന്നില്ല, മറിച്ച് അവർക്ക് കൂടുതലായിട്ടും ആർട്ട് ഫോർ ആർട്സ് സേക്ക് ആ ഒരു രീതിയിലല്ല എഴുതുന്നത്. അവർക്ക് എഴുതുന്നത് അവരുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള എഴുത്തല്ല, അതിലുപരിയായിട്ട് ഫീലിങ്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്, പിന്നെ അവരുടെ എയിമും. The literature often explores the intersectionality of various forms of discrimination, including caste, class, and gender, especially in the writings of Dalit women authors like Bama and Urmila Pawar. In essence, Dalit writing is literature with a purpose to expose the brutal realities of caste-based exploitation, challenge the conscience of society, and fight for an egalitarian future. അപ്പോൾ അറ്റ് ദി എൻഡ് ഈ ഒരു ലിറ്ററേച്ചർ എന്നുവെച്ചാൽ ദളിത് ലിറ്ററേച്ചർ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവർ കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അത് ക്ലിയറായിട്ട് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ദളിത് വിമൺ ഓതേഴ്സായിട്ടുള്ള ഭാമ, ഊർമിള പവാർ ഇവർക്കൊക്കെ പ്രാധാന്യം ഇതിൽ നൽകപ്പെടുന്നുണ്ട്. ഓക്കെ, അറ്റ് ദി എൻഡ് ദളിത് റൈറ്റിങ്സിൻ്റെ പേർപ്പസൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഇക്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു സമരം തന്നെയാണ് ദളിത് ലിറ്ററേച്ചർ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ താങ്ക് യു ഫ്രണ്ട്സ്. ഇനി ഏതെങ്കിലും വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. എൻ്റെ അഷുറൻസ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് മീ ബിലോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.